I'm Bijoy Nair, former officer, Food Corporation of India. Current affairs in a new video. First news: day after peace deal, clashes break out in Manipur. One dead. യുവമാർ ഒരിക്കലും നന്നാവൂല എന്നുള്ളൊരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ഒരു സംഭവം നടന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ houses a lot of ethnicity, a lot of tribes are there. That is the main problem confronting the northeastern region of India. So Manipur has a history of long violence. ഞാനൊക്കെ ഈ ന്യൂസ് പേപ്പർ വായിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ടേ മണിപ്പൂർ എന്ന് പറഞ്ഞാൽ എന്നും AFSPയുടെ അണ്ടറിലായിരുന്നു. ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, AFSP ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്, അതിന്റെ അണ്ടറിലായിരുന്നു. AFSPയുടെ അണ്ടറിലായിരുന്നു, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ടിന്റെ അണ്ടറിലായിരുന്നു. ഇപ്പോ ഈ മേറ്റി കുക്കി കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള വയലൻസ് ഒരു ലാർജ് സ്കെയിലിലേക്ക് സ്പ്രെഡ് ചെയ്തപ്പോൾ മണിപ്പൂർ ഒരു ബിഗ് നാഷണൽ ന്യൂസ് ആയെന്നുള്ളതിനപ്പുറം മണിപ്പൂർ വാസ് ഓൾവേസ് ഇൻ ന്യൂസ് ഫോർ ദിസ് റോങ് റീസൺസ്. Again, this parts of Manipur is in boil only because of the fact that violence വീണ്ടും എറപ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ മേറ്റി കമ്മ്യൂണിറ്റിയുടെയും കുക്കി കമ്മ്യൂണിറ്റിയുടെ ഇടയിലല്ല. അതുകൊണ്ടാണ് യവന്മാർ ഒരിക്കലും നന്നാവില്ലെന്ന് പറഞ്ഞത്. ഇപ്പം വന്നേക്കുന്ന വേറെ രണ്ട് ട്രൈബൽസിന്റെ ഇടയിലാണ്. ഇതിനെ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഹമാർന്നങ്ങനാണെന്ന് എനിക്കവിടെ HMAR, പിന്നെ സോമി ISOMI, ഈ രണ്ട് കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ ആണ് വയലൻസ് വന്നിരിക്കുന്നത്. ബോത്ത് ഓഫ് ദം ആർ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ദർ. അവർ തങ്ങളുടെ ഒരു പീസ് എഗ്രിമെന്റ് ഒക്കെ ലാസ്റ്റ് വീക്കിൽ ഉണ്ടാക്കിയതാ. പക്ഷേ സ്റ്റിൽ ഈവൻ ആഫ്റ്റർ ദാറ്റ് സൈനിങ് ഓഫ് ദാറ്റ് പീസ് അക്കോർഡ് ബിറ്റ്വീൻ ദീസ് ടു കമ്മ്യൂണിറ്റീസ്, യെസ്റ്റർഡേ ഓൾസോ violence reported in some parts of Manipur and one person dead. അപ്പൊ ഇത് കുക്കിയും മെയ്റ്റിയും തമ്മിൽ അല്ലെന്ന് ആലോചിക്കണം. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു പ്രോബ്ലം. ഓക്കെ, ജസ്റ്റ് പറഞ്ഞ പീസ് റിട്ടേണിംഗ് ടു നാഗ്പൂർ, 84 persons in പോലീസ് കസ്റ്റഡി എന്ന ന്യൂസ് കാണാം. നാഗ്പൂരിൽ എന്തുകൊണ്ടാണ് പീസ് ഇല്ലാതായെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. സംഭാജി നഗർ, ഇറ്റ് ഈസ് എ പ്ലേസ് ഇൻ മഹാരാഷ്ട്ര. ദർ ദ ടോംബ് ഓഫ് ഔറംഗസേബ്, മുഗൾ എംപറർ ഓഫ് 17th century is located. മറ്റേ ഈ ചാവ എന്ന് പറയുന്ന മൂവി ഇറങ്ങിയതിനു ശേഷം ഈ ഔറംഗസേബിന് അഗേൻസ്റ്റ് ആയിട്ട് ഭയങ്കര ഒരു വികാരം മഹാരാഷ്ട്രയിൽ ഉണ്ടാകുക. അത് മുതലെടുത്തു VHP, ബജ്രംഗ് ദൾ പോലുള്ള കമ്മ്യൂണിറ്റീസ്, ഓർഗനൈസേഷൻസ്. അവർ ഈ ടോം that should be removed from the Sambhaji Nagar district of Maharashtra എന്ന് അവർ ആവശ്യം ഉന്നയിച്ചു. അതിന്റെ ഇടയിൽ കൂടെ വേറെ ചില ആൾക്കാർ കുറച്ച് കമ്മ്യൂണൽ പ്രോബ്ലംസ് ഉണ്ടാക്കി. അതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ വേറെ ഒന്നും പറയാനില്ല. പിന്നീട് ന്യൂസിലാൻഡ് ഇന്ത്യ should join security efforts. Luxon, who is Luxon? Christopher Luxon. Who is Christopher Luxon? He is the Prime Minister of New Zealand. New Zealand is a very friendly nation to India, and he was in India to attend in Raisina Dialogue. Raisina Dialogue is a dialogue process which is always which occurs in the month of March in every year. It is being organized by the Ministry of External Affairs and Observer Research Foundation. That is a think tank. The external affairs ആയിട്ട് ബന്ധപ്പെട്ട ഒരു think tank ആണ് Observer Research Foundation എന്ന് പറയുന്നത്. അപ്പം പുള്ളി അതിന് വന്നപ്പം ഇന്ത്യയായിട്ട് ബയലാട്രൽ ടോക്സ് നടത്തുകയും ചില എഗ്രിമെന്റ്സ് സൈൻ ചെയ്യുകയും ചെയ്തു. മെയിൻലി ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, മാരിടൈം കോഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എഗ്രിമെന്റ്സ് സൈൻ ചെയ്ത്. ആൻഡ് ഓൾസോ ഇന്ത്യ ആൻഡ് ന്യൂസിലാൻഡ് സ്റ്റാർട്ടഡ് പ്രിപ്പറേഷൻ ഫോർ സൈനിങ് ആൻ FTA, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ അവർ ടു കൺട്രീസ്. അപ്പൊ അതും അവിടെ വലിയ ന്യൂസ് ആയിട്ടുണ്ട്. വലിയ ന്യൂസ് ആയിട്ടല്ല. പിന്നെ നിങ്ങൾക്ക് സുനിത വില്യംസ് സുനിത വില്യംസ് ഭൂമിയിൽ എർത്തിൽ ലാൻഡ് ചെയ്ത അതിന്റെ ന്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. സുനിത വില്യംസും ബുച്ച് വിൽമോറും അല്ലേ. പിന്നെ ടോക്സ് ബിറ്റ്വീൻ ഫാമർ ലീഡേഴ്സ് സെന്റർ എൻഡ് ഇൻ സ്റ്റെയിൽമേറ്റ്. യു ഓൾ നോ the farmers are on agitation path during the last 2 to 3 years because of various reasons. Now their immediate demand is to provide legal guarantee for MSP, minimum support price, and I discussed many times regarding MSP, minimum support price, so I am not going into the details of what is MSP and all. But yesterday farmer leaders discussed this matter with India's agriculture minister. Who is the agriculture minister of India? Shivraj Singh Chauhan. But that meeting ended in a stalemate. But അതിന്റെ പേരിൽ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായാലും മെയ്യിൽ വീണ്ടും ഡിസ്കഷൻ തുടങ്ങാന്ന് പറഞ്ഞവർ പിരിയാണ്. ഓക്കെ, Vice President calls for debate on freebies, policy on efficient use of public investments. Vice President of India is Jagdeep Dhankar, and he is the ex officio chairman of Rajya Sabha also. ഇപ്പൊ രാജ്യസഭയിൽ ഇന്നലെ ഡിസ്കഷൻസ് നടക്കുന്ന സമയത്ത്
ഈ ഫ്രീ ബി കൾച്ചർ അവസാനിപ്പിക്കും. ഫ്രീ ബി അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി, അത് വൈസ് പ്രസിഡന്റ് പാർട്ടി ഇല്ല, പക്ഷെ സ്റ്റിൽ അദ്ദേഹം BJP കാരനാണ്. BJP ഉൾപ്പെടെ ഫ്രീ ബി കൾച്ചർ പ്രൊമോട്ട് ചെയ്യാം. ഇപ്പം ഡൽഹിയിൽ അധികാരത്തിൽ വന്നപ്പോൾ അവര് എല്ലാ സ്ത്രീകൾക്കും 2500 അങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഫ്രീ ബി ആണ്. പക്ഷെ സ്റ്റിൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫ്രീ ബി കൾച്ചർ അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിൽ MP ലാഡ്സ് എന്ന് പറഞ്ഞൊരു സ്കീമിനെ കുറിച്ച് ഇതിന്റെ അകത്തൊരു ഡിസ്കഷൻ വരുന്നുണ്ട്. MP ലാഡ്സ് ഇവിടെ പറയുന്നുണ്ട്. MP ലാഡ്സ്, വാട്ട് ഈസ് MP ലാഡ്സ്? Member of Parliament Local Area Development Scheme. Member of Parliament Local Area Development Scheme. Under this scheme, each and every MP of India will get an amount of rupees 5 crore each and every year to develop their constituency. Each and every MP, irrespective of Lok Sabha or Rajya Sabha, they represent. These MPs will get rupees 5 crore per year for developing their കോൺസ്റ്റിറ്റ്യുവൻസീസ്. അതാ നിങ്ങളിപ്പോൾ ഈ ട്രിവാൻഡ്രത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശശി തരൂർ MP പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ലൈറ്റ് വെയിറ്റിംഗ് ഷെഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതാണ് MP ലാഡ്സ്, മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ അതിൻ്റെ അകത്ത് നടന്നു. അപ്പൊ ജസ്റ്റ് അത് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞതേ ഉള്ളതല്ല, അത് പഠിക്കേണ്ടതാണ് MP ലാഡ്സ് ഒക്കെ. പിന്നെ സ്റ്റേറ്റ്സ് പേജിൽ ഫസ്റ്റ് സ്റ്റേറ്റ്സ് പേജ് നമുക്ക് വേണ്ട, അതിനകത്തൊന്നും പറയാനില്ല. നെക്സ്റ്റ് സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ നോക്കട്ടെ, അതില് ജാർഖണ്ഡ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു CAG റിപ്പോർട്ട് ഒക്കെ ഉണ്ട്. CAG റിപ്പോർട്ട് ജാർഖണ്ഡ് ഗവൺമെന്റ്. CAG എന്താണ്? CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആൻഡ് ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ auditing of various government departments and how the government is spending the taxpayers money, that all things they will audit. But constitutional position, Article 148 of Indian Constitution deals with the appointment procedure of CAG, Controller and Auditor General of India. ഇപ്പൊ സഞ്ജയ് വർമ്മയാണ് ഇപ്പോഴത്തെ, അല്ലെ? സഞ്ജയ് മൂർത്തി അല്ലേ? സഞ്ജയ് മൂർത്തിയാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ CAG. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ CAG ആരാണ്. സഞ്ജയ് മൂർത്തിയോ അങ്ങനെ എന്തോ ആണ് പേര്. CAG, 1 second. സഞ്ജയ് മൂർത്തി അല്ല, സഞ്ജയ് മൂർത്തി ഇസ് ദ CAG ഓഫ് ഇന്ത്യ, അല്ലെ? അപ്പൊ ആ CAGയുടെ ഈ ജാർഖണ്ഡ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വന്നത്. എനിക്ക് എന്തോ അഡ്വേഴ്സ് ഫൈൻഡിങ്സ് അങ്ങനെ ഉണ്ട്. അപ്പോ BJP is the main opposition party in Jharkhand. That's why they are targeting the government there. Who is heading the government of Jharkhand? Hemant Soren is the chief minister of Jharkhand. Hemant Soren. പിന്നെ ഇത് ഫ്രണ്ട് പേജിൽ നമ്മൾ പറഞ്ഞ ടോക്സ് ബിറ്റ്വീൻ ഫാമേഴ്സ് സെന്റർ ഇൻകൺക്ലൂസീവ്, നെക്സ്റ്റ് മീറ്റ് ഷെഡ്യൂൾഡ് ഓൺ May 4. പിന്നെ വേറെ ഇല്ല. ഈ സുനിത വില്യംസ് ഭൂമിയിലേക്ക് തിരിച്ചു വന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാം. വേറെ ഒന്നുമില്ല ആ പേജില്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ തെലങ്കാന പോലീസ് ബസ് ഇന്റർസ്റ്റേറ്റ് ചൈൽഡ് ട്രാഫിക്കിംഗ് റാക്കറ്റ്. ട്രാഫിക്കിംഗ് നിങ്ങൾ എപ്പോഴും പത്രങ്ങളിലൊക്കെ വായിക്കുന്ന ഒരു സംഭവമാണ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. ചൈൽഡ് ട്രാഫിക്കിങ്ങോ വുമൻ ട്രാഫിക്കിങ്ങോ whatever it may be, it is part of human trafficking. Human trafficking is banned as per the Constitution of India itself. In fundamental rights itself, it is there is right against exploitation. So അതിൽ Article 23 എന്ന് പറയുന്നത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ബാൻ ചെയ്തിരിക്കുന്ന സംഭവമാണ്. Article 23 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ബാൻ ചെയ്യുന്നു. Article 24 ചൈൽഡ് ലേബറും ബാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഗേൻസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ് ഈ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചൈൽഡ് ട്രാഫിക്കിംഗ് തെലങ്കാനയിൽ നടന്നതായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. പിന്നെ ആശാസുമായിട്ട് ബന്ധപ്പെട്ട സമരത്തിനെ കുറിച്ചുള്ള സംഭവം, അത് കേരളത്തിലാണല്ലോ. ആശ കേരളത്തിലല്ല, ഇന്ത്യ മുഴുവനുണ്ട് ആശ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് നാഷണൽ ഹെൽത്ത് മിഷൻ. In 2005, Manmohan Singh government started ASHA volunteer program as part of National Rural Health Mission. But in 2013, the same government merged National Rural Health Mission and National Urban Health Mission and formed National Health Mission, NHM. Now, ASHAs are volunteers under NHM, National Health Mission only. But they are getting meager amount as salary, not as salary. Actually, they are getting incentives and ഓണർ ഏരിയ വള്ളി, അല്ലാതെ അവർക്ക് ഫിക്സഡ് സാലറി ഒന്നുമില്ല. അവരെ കാര്യം വോളണ്ടിയേഴ്സ് ആണ്, അവർ ഫിക്സഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ല. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. ദേ ആർ നോട്ട് ഗെറ്റിംഗ് എ ഫിക്സഡ് സാലറി ആൻഡ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് എനി റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, ഗ്രാറ്റുവിറ്റി, എനിത്തിങ്. ദേ ആർ നോട്ട് ഗെറ്റിംഗ് പെൻഷൻ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അവരിപ്പം
വാർ അജിറ്റേഷൻ പാത്തിലായത്. കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്റ്റേറ്റിലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറഞ്ഞത് അവരുടെ. പക്ഷെ അവര് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സ് ആണ്. ദേ ഹാവ് ദെയർ ഓൺ റെസ്പോൺസിബിലിറ്റി. ദേ ആർ ഡൂയിങ് കമൻഡബിൾ വർക്ക് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൈമറി ഹെൽത്ത് ഇൻ ഇന്ത്യ. അപ്പം അതൊക്കെ കൺസിഡർ ചെയ്ത്, അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ വലിയ സേവനങ്ങൾ അവർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ കൺസിഡർ ചെയ്ത് ഗവൺമെന്റ് അവരുടെ ഗ്രീവൻസസ് പരിഗണിക്കാൻ പറ്റുന്നത് പരിഗണിക്കണം. എല്ലാം പരിഗണിക്കാൻ പറ്റത്തില്ല. ഓണറേറിയം 7,000 ആണ് കേരളത്തിൽ, 21,000 ആയി കൊടുക്കണം എന്ന് അവർ പറഞ്ഞത്. അത്രയൊന്നും കൂട്ടാൻ ഒരിക്കലും പറ്റൂല. പക്ഷെ സ്റ്റിൽ ഒരു റെസ്പെക്ടബിൾ എമൗണ്ട് ആക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ വേറെ ആ പേജിൽ നമുക്കൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ അവിടെയൊന്നുമില്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ എഡിറ്റോറിയലാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് പാസ്റ്റ് ആസ് എ പ്രല്യൂഡ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അത് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ ഞാൻ ആദ്യം പറഞ്ഞ ന്യൂസിനെ കുറിച്ചാണ്. ഔറംഗസേബിന്റെ ടോം 17th സെഞ്ചുറിയിലെ മുഗൾ എംപറർ ആയിരുന്നു. അത് സംഭാജി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് പറഞ്ഞ ചാവ എന്ന് പറയുന്ന മൂവി ഇറങ്ങിയതിന് ശേഷമാണ് ഔറംഗസേബിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത്രയും വലിയ ഒരു പിന്നീട് വികാരം അവിടുത്തെ മറാഠ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആണെന്നാ പറയുന്നത്. പക്ഷേ ആ മൂവി ഇറങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ ഒരു ഓർഗനൈസ്ഡ് ക്യാമ്പയിൻ ഉണ്ടായി, ഒരു ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിൻ ബൈ ബജ്രംഗ് ദൾ, VHP എക്സെട്ര ടു റിമൂവ് ദ ടോം ഓഫ് ഔറംഗസേബ് ഫ്രം ദിസ് സംഭാജി നഗർ. അപ്പൊ അത് മറാഠ കമ്മ്യൂണിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ട്, എസ്പെഷ്യലി ഹിന്ദുസിന് അഗേൻസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ മുഗൾ റൂളർ ചെയ്ത തെറ്റുകളുടെ കാര്യം കൊണ്ടാണ് ഈ ഒരു പ്രശ്നം എന്നാ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ അതൊക്കെ ഹിസ്റ്ററിയാണ്. 17th സെഞ്ചുറിയിൽ നടന്ന കാര്യങ്ങൾ അതിപ്പോ എടുത്ത് പൊക്കി വരച്ചോണ്ട് വരേണ്ട യാതൊരു കാര്യമില്ല. കാര്യം പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒക്കെ അവിടെ പോയിട്ട് തിരിച്ചു വരുന്നു. സയന്റിഫിക്കലി ലോകം ഇത്ര അഡ്വാൻസ്ഡ് ആയി, എന്നിട്ട് ഇപ്പോഴും നമ്മൾ പഴയ കാര്യം പൊക്കി പിടിച്ചോണ്ട് നടക്കുക. അപ്പം ഇനി അത് ആ ഹിസ്റ്റോറിക്കൽ റോങ്സ് കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഇപ്പൊ പറ്റത്തില്ല. കാരണം ദാറ്റ് ഹാപ്പൻഡ് ബിഫോർ 3 to 4 centuries അല്ലേ. പക്ഷെ ഇത് യഥാർത്ഥത്തില് ഈ റിയൽ പ്രോബ്ലംസ് ഇന്ന് ജനങ്ങളുടെ അറ്റൻഷൻ ഡിഫ്ലക്ട് ചെയ്യാനുള്ള ഇതുപോലുള്ള ടാക്ടിക്സ് ആണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നും പറയുന്നുണ്ട്. കാരണം ഇപ്പൊ മഹാരാഷ്ട്രയിലെ പല സ്ഥലത്ത് ഇൻഫ്ലേഷൻ, അതുപോലെ ഫാമർ ഡിസ്ട്രസ്, അതുപോലുള്ള ഫാമർ സൂയിസൈഡ്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇപ്പൊ ബഡ്ജറ്റൊക്കെ മഹാരാഷ്ട്രയിൽ അവതരിപ്പിച്ച സമയമാണ്. അപ്പം യഥാർത്ഥ പ്രോബ്ലംസിന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡൈവേർഷണറി ടാക്ടിക്സിലേക്ക് ഇതുപോലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് എൻഗേജ് ചെയ്യുന്നത്, അതുപോലുള്ള ഓർഗനൈസേഷൻസ് എൻഗേജ് ചെയ്യുന്നത് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് പറയുന്നത് ഈ സിനിമ ഇറങ്ങിയോണ്ടാണെന്ന്. പക്ഷെ സിനിമ ഇറങ്ങിയോണ്ട് മാത്രമല്ല. സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രോബ്ലം ജനങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടേണ്ട ആവശ്യമില്ല. ഇതിന്റെ ബാക്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫൈനലി ഉണ്ടായ കമ്മ്യൂണൽ റയറ്റ് പോലുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ്, റൈറ്റ് പോലുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇല്ലാത്ത ഒരു ഫിയർ മോങ്കറിങ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയ വഴി ചില ആൾക്കാര് ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. അതിന്റെ ബേസിൽ ടാർഗറ്റ് ആയിട്ടുള്ള ചില കമ്മ്യൂണിറ്റികളെ, അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റുകളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നൊക്കെ ഒരു സംഭവമാണ് നാഗ്പൂരിൽ അവസാനം നടന്നത്. അപ്പൊ എന്തായാലും ഇത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. അതാണ് എഡിറ്റോറിയലിന് പാസ്റ്റ് ആസ് എ പ്രല്യൂഡ് എന്ന് പേര് കൊടുത്തേക്കുന്നതാണ്. അപ്പൊ ഇതിലങ്ങനെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. കാരണം ഇത് വായിച്ചാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പൊ ഔറംഗസേബാണ് ഛത്രപതി സംഭാജിയെ കില്ല്, ഛത്രപതി ശിവാജി എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ വലിയ ഒരു റിവേർഡ് ഫിഗർ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക് ഫിഗർ, അല്ലെങ്കിൽ ഒരു രാജാവായിരുന്നു, മറാഠ കിങ് ആയിരുന്നു ഛത്രപതി സംഭാജി. ഛത്രപതി സംഭാജിയെ ഔറംഗസേബ് പീഡിപ്പിച്ച് കൊല്ലിയാണ്. അതൊക്കെ ഹിസ്റ്ററിയാണ്, സത്യമാണ്. പക്ഷെ എന്ന് കരുതി അതിപ്പോ നമുക്ക് അതിന്റെ പേരിൽ ഇപ്പം കമ്മ്യൂണൽ പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ, ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അതാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത്. സെക്കൻഡ് എഡിറ്റോറിയലും ഈ സേഫ് ഫ്രം സ്പേസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ, അതിലും സത്യത്തില് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഡിസ്കസ് ചെയ്യില്ല. നാസയിൽ നിന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അറിയാലോ, ISS, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ് ആകാശത്ത് സ്പേസിലുള്ള നമ്മളുടെ
മാൻമെയ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഒബ്ജക്റ്റ് നോക്കുക, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉള്ളത്. ഏതാണ്ട് 10-20 വർഷം കൊണ്ട് USA, റഷ്യ, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ഇങ്ങനെ കുറെ പേര് ചേർന്നാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. റഷ്യ ഉണ്ട്, അതുകൊണ്ടാണ് റഷ്യ USA ആയിട്ട് പ്രശ്നങ്ങളുള്ള സമയത്ത് പോലും റഷ്യയുടെ കോസ്മോനോട്ടും ഇന്നലെ തിരിച്ചു വന്നവരുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധയിലുണ്ടോ, യുഎസിന്റെ മാത്രമല്ല സ്പേസ് ട്രാവലേഴ്സിനെ എല്ലാം ഇംഗ്ലീഷിൽ നമ്മൾ ആസ്ട്രോനോട്ട്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ആസ്ട്രോനോട്ട്സ്? ബട്ട് വൺ മാൻ ഗോസ് ടു സ്പേസ്, ഓർ വൺ മാൻ ഓർ വുമൻ ഗോസ് ടു സ്പേസ് ഫ്രം റഷ്യ, they are known as cosmonauts. അതിന്റെ കാര്യമുണ്ട്, റോസ് കോസ്മോസ് എന്നാണ് അവരുടെ ബഹിരാകാശ സംഘടനയുടെ പേര്, റോസ് കോസ്മോസ്. അവിടെ നിന്ന് പോകുന്ന ആൾക്കാരായതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ കോസ്മോനോട്ട്സ് എന്ന് വിളിക്കുന്നത്, റോസ് കോസ്മോസ്. അപ്പൊ ഇങ്ങനെ 3-4 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ. അപ്പൊ അവര് അവിടെ പോയി പരീക്ഷണങ്ങൾ നടത്തുന്നു. സീറോ ഗ്രാവിറ്റിയിലും സബ് ഗ്രാവിറ്റിയിലും ഒക്കെ എങ്ങനെയാണ് മനുഷ്യന് അവിടെ കഴിയാൻ പറ്റുന്നതെന്നും എല്ലാം. അപ്പൊ അതിനുവേണ്ടി നമ്മളെ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഇത് ചെയ്യുന്നത്. ഇപ്പൊ സുനിത വില്യംസ് ഒക്കെ അവിടെ പോയി കഷ്ടപ്പെടുന്നതാണെങ്കിലും, ബുച്ച് വിൽമോർ കഷ്ടപ്പെടുന്നതാണെങ്കിലും, ഇവരെല്ലാവരും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അവിടെ 7 പേരൊക്കെയാണ് ഈ ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ മാക്സിമം താമസിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പൊ ഇന്നലെ 9-11 ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഇവരെല്ലാം 4 പേര് തിരിച്ചു വന്നാൽ വീണ്ടും 7 പേരായി. പക്ഷെ അവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ സുനിത വില്യംസും ബുച്ച് വിൽമോറും പോയത് നാസയുടെ തന്നെ സഹായത്തോടു കൂടി ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ എന്ന് പറഞ്ഞ പേടകത്തിലാണ്. പക്ഷെ അവിടെ പോയപ്പോ അവിടെ വെച്ച് ഒരു ഹീലിയം വാതക ചോർച്ച അതിനകത്ത് കണ്ടെത്തുകയും അവർക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റും. വെറും 8 ദിവസത്തെ ഇതിനു വേണ്ടി പോയതാണ്. പക്ഷെ അവർക്ക് 8 മാസത്തോളം അവിടെ കുടുങ്ങി കിടക്കേണ്ടി വന്നു. ഇതിന്റെ ഇടയ്ക്ക് സെപ്റ്റംബറിൽ വെച്ച് ബോയിങ് കമ്പനിയുടെ സ്റ്റാർലൈനർ പേടകം തിരിച്ചു വരികയും ചെയ്തു സ്പേസ് ഷട്ടിൽ. അവസാനം ഡൊണാൾഡ് ട്രംപ് അത് ഇലക്ഷൻ ക്യാമ്പയിൻ ഇഷ്യൂ ആയിട്ട് തന്നെ മാറ്റി. സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും തിരിച്ചു വരാൻ പറ്റുന്ന സാഹചര്യം. അദ്ദേഹം പറഞ്ഞു, ഞാൻ അധികാരത്തിൽ വന്നാൽ ആദ്യം വേൾഡിലെ റിച്ചസ്റ്റ് മാനായ എലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സിന്റെ സ്പേസ് ഷട്ടിൽ ഉപയോഗിച്ച് അവരെ തിരിച്ചുകൊണ്ടത്. അത് അദ്ദേഹം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന് അതിലൊരു സക്സസ് അവകാശപ്പെടാൻ പറ്റും. പക്ഷെ നാസ എന്ന് പറഞ്ഞ ഓർഗനൈസേഷന്റെ ആ ഒരു മാനേജ്മെന്റ് ഈ മനുഷ്യർ രണ്ടുപേരും ബുച്ച് വിൽമോറും സുനിത വില്യംസും കാണിച്ച ഒരു കാം ആൻഡ് കമ്പോഷർ, അല്ലെങ്കിൽ അവരുടെ സ്ട്രോങ് മൈൻഡ്, സയൻസിന്റെ അഡ്വാൻസ്മെന്റ്സ്, ഇതെല്ലാം കൊണ്ടാണ്. അതുപോലെ നാസയ്ക്ക് പണ്ട് ഫെയിലുവേഴ്സ് ഉണ്ടായ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കൽപ്പന ചൗള കൊളംബിയ സ്പേസ് ഷട്ടിൽ തകർന്നു പോയി മരിച്ചു പോയതും, അതിനുമുമ്പ് 86 കണ്ട വേറൊരു സ്പേസ് ഷട്ടിൽ തകർന്നും ഒരു ടീം മരിക്കുന്നുണ്ട്. 86 ചലഞ്ചർ സ്പേസ് ഷട്ടിൽ, 2003 കൊളംബിയ സ്പേസ് ഷട്ടിൽ തകർന്ന് കൽപ്പന ചൗളയൊക്കെ മരിക്കുന്നത്. എന്നാൽ പോലും അവർ 100% സേഫ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവരുടെ അറ്റ്മോസ്ഫിയർ ഇൻ സ്പേസ് സേഫ്റ്റി റിലേറ്റഡ് ആസ്പെക്ട്സും ഇതിൻ്റെ അകത്ത് അവരെ പിന്നീട് സേഫ് ആയിട്ടുള്ള തിരിച്ചു വരാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം വേറെ ഒന്നുമല്ല, നാസയുടെ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക്. ബോയിങ് ഇതിന്റെ സ്റ്റാർലൈനർ പേടകത്തിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ബോയിങ് കമ്പനിയുടെ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്സ്, അവരൊക്കെ കൊടുത്ത കമ്മ്യൂണിക്കേഷൻസ് തുടക്കത്തിൽ കുറച്ച് മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പൊ അവരിന് ഈ സ്പേസിൽ പോയവർക്ക് തിരിച്ചു വരാൻ പറ്റുമോ, അവരവിടെ കുടുങ്ങി പോവോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനായി വേൾഡ് മുഴുവൻ. അതാണ് ഇത്രയും ഇതിന് വാർത്താ പ്രാധാന്യം കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് സെക്കൻഡ് എഡിറ്റോറിയൽ പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾസ്, നിങ്ങൾ ഇന്നത്തെ ഹിന്ദുവിൽ വായിക്കാൻ പറ്റിയ ആർട്ടിക്കിൾസ് ഒരെണ്ണം ഇതാണ്: എ ഡീലിമിറ്റേഷൻ റെഡ് ഫ്ലാഗ്, ദ ലെസൺസ് ഫ്രം ജമ്മു ആൻഡ് കാശ്മീർ, ആസാം. സിൻസ് ദ ഡീലിമിറ്റേഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ, as per the Constitution of India, we have to conduct the delimitation of Indian constituencies based on each and every census data. അതുകൊണ്ടാണല്ലോ കോൺസ്റ്റിറ്റ്യൂഷന്റെ അങ്ങനെ ഒരു ആസ്പെക്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഗവൺമെന്റിന് അത് ചെയ്യാതിരിക്കുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് കൊണ്ടുവരേണ്ടി വരുന്നത്. ദാറ്റ്സ് വൈ 84th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഈസ് ഇൻ പ്ലേസ് അപ് ടു 2026, ഫ്രീസിംഗ് ദ ഡീലിമിറ്റേഷൻ പ്രോസസ് അപ് ടു 2026. അപ്പം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള നീഡാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിപ്പം പോപ്പുലേഷന്റെ ബേസിലാണ് നടപ്പാക്കേണ്ടത്. അങ്ങനെ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആർ വെരി മച്ച് കൺസേൺ ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഹാപ്പൻഡ് ഇൻ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അറ്റ് ദ സെയിം ടൈം സൗത്ത് ഇന്ത്യ conducted family planning in a better way. So the states which obeyed the Union of India or very strictly implemented family planning measures will be punished if the delimitation process is taken place according to the stipulations of the constitution. അപ്പൊ കറണ്ട് ഒരു സ്റ്റിപ്പുലേഷൻ അനുസരിച്ച് അങ്ങനെ ഒരു നമ്മൾ പണിഷ് ചെയ്യപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കൺസേൺ ജെന്യുവൻ ആണ്.
പക്ഷെ അതില് ഇവര് പറഞ്ഞ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ശരിയാണ്. പക്ഷെ അതിനപ്പുറം വേറൊരു പ്രോബ്ലം അസാമിന്റെയും ജമ്മു ആൻഡ് കാശ്മീരിന്റെയും എക്സാമ്പിൾസ് എടുത്തുകൊണ്ട് ഈ രാധാകുമാർ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ എഴുതിയിരിക്കുകയാണ്. ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ ഇടയ്ക്ക് ഡീലിമിറ്റേഷൻ നടന്നത് 2022 ജമ്മു ആൻഡ് കാശ്മീരിൽ, 2023 ആസാമിൽ. 2022 ജമ്മു ആൻഡ് കാശ്മീരിലെ ഡീലിമിറ്റേഷൻ എക്സർസൈസിന്റെ ബേസിലാണ് 2024 അവസാനം ജമ്മു ആൻഡ് കാശ്മീരിൽ ഇലക്ഷൻ നടന്നത്. ഇപ്പൊ അവിടെ ഒമർ അബ്ദുള്ള ചീഫ് മിനിസ്റ്റർ ഒക്കെ ആയത്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല്, വാലി, അതായത് മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള വാലി, അതായത് കാശ്മീർ, അവിടെ സീറ്റിന്റെ എണ്ണം ഒരെണ്ണം കുറഞ്ഞു. അതേ സമയത്ത് ഹിന്ദു മെജോറിറ്റി ആയിട്ടുള്ള ജമ്മുവില് സീറ്റിന്റെ എണ്ണം 6 എണ്ണം കൂടി അങ്ങോട്ട് ചെയ്തു. അങ്ങനെയാണ് സംഭവിച്ചത്. ഇവിടെ പറയുന്നുണ്ട് 6 സീറ്റ്സ്, അതായത് ജമ്മുവിൽ 6 സീറ്റ്സ് കൂടി, വാലിയിൽ കാശ്മീരിൽ 1 സീറ്റ് കുറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ ഡിലിമിറ്റേഷൻ എന്ന് പറഞ്ഞാല് റീഡ്രോയിങ് ഓഫ് ബൗണ്ടറീസ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണെന്ന് അറിയാമല്ലോ. അപ്പൊ ഈ ബൗണ്ടറി റീഡ്രോ ചെയ്ത സമയത്ത് ഇവർ എന്ത് ചെയ്തറിയാമോ, പല സ്ഥലങ്ങളിലും മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളെ ഹിന്ദു മെജോറിറ്റി കോൺസ്റ്റിറ്റ്യുവൻസീസുമായിട്ട് കൂട്ടിയോജിപ്പിച്ചു. അപ്പം ആ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഈ BJP പോലുള്ള പാർട്ടികൾക്ക് ജയിക്കാനുള്ള സാധ്യത കൂടി. അത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പൊ സംഭവിച്ച 2022 ഡീലിമിറ്റേഷൻ എക്സർസൈസിൽ. ഇതേപോലെ 2023 ആസാമിൽ ഡീലിമിറ്റേഷൻ നടന്നു. അവർ വേറൊരു പരിപാടി ചെയ്ത, അവിടെ പുതുതായിട്ടല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ കുറെ ഡിസ്ട്രിക്റ്റുകൾ, 4 ഡിസ്ട്രിക്റ്റുകൾ മുമ്പ് ഉണ്ടാക്കിയ 4 ഡിസ്ട്രിക്റ്റുകളെ പഴയ ആ ഡിസ്ട്രിക്റ്റുകളെ വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഒറിജിനലി അവിടെ 31 ഡിസ്ട്രിക്റ്റുകൾ ആസാമിൽ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് 4 ഡിസ്ട്രിക്റ്റിലൂടെ ഫോം ചെയ്ത് 35 ഡിസ്ട്രിക്റ്റ് ആക്കിയിരുന്നു. പക്ഷേ 2023 ആസാമിലെ ഡീലിമിറ്റേഷൻ എക്സർസൈസിൽ പുതുതായിട്ട് ഉണ്ടാക്കിയ 4 പിന്നീട് ഡിസ്ട്രിക്റ്റുകൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് പഴയ 31 സിസ്റ്റത്തിലേക്ക് തന്നെ പോയി. അപ്പൊ ഈ 4 ഡിസ്ട്രിക്റ്റുകളും അത്യാവശ്യം മുസ്ലിം ഡോമിനേഷനൊക്കെ ഉള്ള ഡിസ്ട്രിക്റ്റുകളായിരുന്നു. അപ്പൊ പഴയതുപോലെ ആക്കി എന്നിട്ട് അവര് എന്ത് ചെയ്തു, ഈ ഡീലിമിറ്റേഷൻ നടത്തുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ബൗണ്ടറീസ് റീഡ്രോ ചെയ്തു. അപ്പൊ ഇതുപോലെ പല മുസ്ലിം മെജോറിറ്റി കോൺസ്റ്റിറ്റ്യുവൻസീസും ഹിന്ദു മെജോറിറ്റി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയി മാറുന്ന രീതിയിലാണ് ഇവർ ഈ അതിർത്തി പുനർനിർണയിച്ചത്. അപ്പൊ ഇവിടെയൊക്കെ ഈ പറഞ്ഞ ഹിന്ദുത്വ പാർട്ടികൾക്ക് ഒരു സക്സസ് കിട്ടി. അല്ലെങ്കിൽ അവർക്ക് ഇലക്ഷനിൽ, പിന്നീട് വന്ന ഇലക്ഷനിലൊക്കെ ആ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒക്കെ BJP പിടിച്ചടക്കുന്നതാ കണ്ടത്. Same thing can happen for the South Indian states also, because in South India, Tamil Nadu, Kerala, like in Tamil Nadu, Kerala, Andhra, like states, BJP has not that much strength. So here also, adallada besides the BJP's lack of power in these states have substantial minority populations. Muslims, Christians. If we take the example of Kerala is having around 50% Muslim and Christian population. Appo ee redrawing of boundaries of constituencies ആയ delimitation exercise നടക്കുമ്പോൾ ഇവിടെയും വേണമെങ്കിൽ പഴയ അവിടെയൊക്കെ ചെയ്ത പരിപാടി ചെയ്യാം. ചില കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ ബൗണ്ടറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് മുസ്ലിം ക്രിസ്ത്യൻ പോപ്പുലേഷനൊക്കെ ഉള്ള കൂടുതലുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ് ഹിന്ദു മെജോറിറ്റി ഉള്ളതാക്കാം. അത് വേണമെങ്കിൽ കമ്മ്യൂണൽ ബേസിൽ വോട്ടിംഗ് ഉണ്ടാവാനുള്ള കാരണവും ആവാം. ലാർജ്ലി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ വോട്ടിംഗ് നടക്കുന്ന സെക്യുലർ പാറ്റേണിലാണ്. അത് പക്ഷെ നോർത്ത് ഇന്ത്യയിലെ പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളെയും പോലെ കമ്മ്യൂണൽ ബേസിൽ വോട്ടിംഗ് നടക്കുന്ന ഒരു പാറ്റേണിലേക്ക് മാറുന്നതിന് വരെ വഴിതെളിച്ചേക്കാം. പക്ഷെ ഈ ഒരു ആസ്പെക്ടിനെ കുറിച്ച് ഇന്നൊരു ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ സ്റ്റാലിൻ പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല. സ്റ്റാലിനാണ് ദ മെയിൻ വോക്കൽ ക്രിട്ടിക് ഓഫ് ദ ഡീലിമിറ്റേഷൻ എക്സർസൈസ് ആൻഡ് ഹി ഈസ് ഗോയിങ് ടു കണ്ടക്ട് എ കോൺക്ലേവ്, conduct a meeting of 7 states of India which is opposing delimitation. So he is in the forefront to attack central government for conducting delimitation based on the present population. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ ഈ ഒരു ആസ്പെക്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇതിലുള്ള ഈ ഒരു ഇങ്ങനെ കമ്മ്യൂണലി വേണമെങ്കിൽ ഇതിനെ റീഡ്രോ ചെയ്യാൻ പറ്റുള്ള ഒരു ആസ്പെക്ട്. അപ്പം അതും ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് ഈ ആർട്ടിക്കിളിന്റെ അകത്ത് എഴുതിയത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ടെലികോം ട്രിബ്യൂണൽ റിഫോംസ് ടു ഹാൻഡിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ പ്ലീസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. സംഭവം എന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ ഇപ്പോ ഇങ്ങനെ ഒരു ആക്ട് പാസ്സായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും,
DP, Digital Personal Data Protection Act 2023. Digital Personal Data Protection Act 2023. അപ്പൊ അങ്ങനെ ഒരു ആക്ട് പാസ്സായി. ആ ആക്ടിന്റെ ബേസിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോയ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ്. ഈ ആക്ടിന്റെ ബേസിൽ റൂൾസ് ഫോർമുലേറ്റ് ചെയ്തു. ഇപ്പൊ ആ റൂൾസിന്റെ ഡ്രാഫ്റ്റ് ആയിട്ടുള്ളൂ. ദാറ്റ് ഡ്രാഫ്റ്റ് റൂൾ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക് നൗ ഫോർ public feedback. Based on the feedback of the public, government of India will finalize those rules based on the DP Act 2023. So under this Digital Personal Data Protection Act 2023, government is going to form Data Protection Board. If data ആണല്ലോ ഇതിൽ ഏറ്റവും വലിയ ഇപ്പൊ ഇന്നത്തെ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഡേറ്റയുടെ ഉപയോഗവും ദുരുപയോഗവും നടക്കുന്നുണ്ട്. If our data is misused, we can approach this data protection board and they will give some verdicts either in favor of us or in favor of our and the opposite side നിൽക്കുന്ന ആരെ മിക്കവാറൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ആയിരിക്കും. ഇപ്പം അഗ്രീഡ് പാർട്ടി ക്യാൻ അപ്പീൽ. എവിടെ അപ്പീൽ ചെയ്യാം? അപ്പീൽ ചെയ്യാൻ ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡിൽ അപ്പീൽ ചെയ്യാൻ പറ്റത്തില്ല. അവരാണ് ആദ്യം നമ്മൾ കേസിന് പോകേണ്ടത്, അവിടെയാണ്. പക്ഷേ if we want to appeal against the verdict of this data protection board, we should approach TDSAT. TDSAT means Telecom Dispute Settlement Appellate Tribunal. Telecom Dispute Settlement Appellate Tribunal. നമുക്കറിയാം ഈ ട്രായ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, അവരാണ് ഇന്ത്യയുടെ ടെലികോം സെക്ടറിന്റെ, അതുപോലെ ബ്രോഡ്കാസ്റ്റിംഗ് സെക്ടറിന്റെ, ഡയറക്ട് ടു ഹോം സർവീസിന്റെ എല്ലാത്തിന്റെയും റെഗുലേറ്റർ എന്നാണ് ട്രായ്. If any party is having any dispute with any of the decisions of TRAI, they can approach TDSAT, Telecom Dispute Settlement Appellate Tribunal. That was the mandate of TDSAT previously. Now, that mandate is expanded. As per the Digital Personal Data Protection Act 2023, if you have any grievances, you first approach Data Protection Board that is going to be formed according to this act. And if you are aggrieved with their verdict, you can approach or appeal TDSAT, Telecom Dispute Settlement Appellate Tribunal. അങ്ങനെ ഒരു ജോലിയും കൂടെ അവർക്ക് വരാൻ പോവുക. പക്ഷേ അതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ TDSAT ഫസ്റ്റ് ഓഫ് ഓൾ യഥാർത്ഥത്തിൽ ഒരു ട്രിബ്യൂണലിൽ എപ്പോഴും ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ബോഡിയാണ് ഈ TDSAT. TDSAT ഏത് ട്രിബ്യൂണൽ ആവട്ടെ, കാറ്റ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, സാറ്റ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ, കാവേരി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, വാട്ട് എവർ ഇറ്റ് മേ ബി, എ ട്രിബ്യൂണൽ ഈസ് ഹാവിങ് സം ജുഡീഷ്യൽ നേച്ചർ. അപ്പം അവിടെ ഒരു ലീഗൽ എക്സ്പെർട്ടീസുള്ള ആൾ വേണം. ഇപ്പൊ തന്നെ TDSAT അങ്ങനെ ഒരാളില്ല. ഏതോ ഒരു ടെലികോം സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഴയ IAS ആരും കണ്ടാണ് അതിലുള്ളത്. അപ്പോ രണ്ടാമതായിട്ട് ഇതിലിപ്പോ ഇപ്പൊ ടെലികോം റിലേറ്റഡ് മാറ്റേഴ്സ് ഡിഫറെന്റ് ആണ്, ഡേറ്റ മാറ്റർ ഡിഫറെന്റ് ആണ്. സോ ഡേറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഇനിയിപ്പം അപ്പീൽ പ്രോസസ് ഒക്കെ വരുമ്പോൾ ആ രീതിയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ അതിൽ അപ്പോയിന്റ് ചെയ്യണം. പക്ഷെ അത് അങ്ങനെ സർക്കാർ ചെയ്യണമെന്നാണ് ഇതിൽ പറയുന്നൊരു സജഷൻ. അപ്പോഴേ ഈ പറഞ്ഞതിന്റെ ഒരു അപ്പീലിംഗ് ബോഡിയായിട്ട്, അപ്പലേറ്റ് ബോഡിയായിട്ട് TDSAT ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ, DPBയുടെ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡിന്റെ. രണ്ടാമതായിട്ട് ഇപ്പൊ തന്നെ TDSAT ഒരുപാട് കേസസ് പെൻഡിങ് ആണ്. അപ്പൊ അഡിക്വേറ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ കൊടുക്കണം. കൂടുതൽ ഈ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരെ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്പർ ഓഫ് ലിറ്റിഗേഷൻസ് 6 മാസത്തിനകം അപ്പീലിന്റെ വേർഡിക്റ്റ് കൊടുക്കണമെന്നാണ് TDSAT. ഇവിടുന്ന് ഒരു അപ്പീൽ ഇവിടോട്ട് വന്ന് 6 മാസത്തിനകം കൊടുക്കണമെന്നാണ്. വർഷങ്ങളായിട്ട് TDSAT മുന്നിൽ പല കേസുകളും കിടപ്പുണ്ട്. മോർ ദാൻ 3000 കേസസ് ആർ പെൻഡിങ് ബിഫോർ TDSAT കറന്റ്ലി. Now more responsibility is coming into TDSAT as an appellate tribunal of this data protection board. So more staff should be appointed in TDSAT. Then only these cases can be disposed within 6 months. ഈ DPDP ആക്ട് അനുസരിച്ച് 6 monthsനകത്ത് വെച്ച് ഈ TDSAT വേർഡിക്റ്റ് കൊടുക്കണം ഈ അപ്പീലിന്. അത് വേറൊരു പ്രശ്നം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് എല്ലാം ഈ പറഞ്ഞ അപ്പീൽ ഫയലിംഗ് എല്ലാം ഡിജിറ്റലായിട്ടാണ് നടക്കേണ്ടത്. അപ്പൊ ആ ഡിജിറ്റലായിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യാനുള്ള, ഇതിന്റെ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാനുള്ള റോബസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഷുഡ് ബി ഡെവലപ്ഡ് ഇൻ TDSAT. That TDSAT is not having that much robust digital infrastructure currently. So that
should also be taken care of by the government to make it a robust system. ഇത്രയും സജഷൻസ് ഇതിലുള്ള അതാണ് അവർ ഡീറ്റെയിൽ ആയിട്ട് വലുതാക്കി പറഞ്ഞേക്കുന്നത്. ഞാൻ ഈ പറഞ്ഞേക്കുന്നതിന്റെ ബേസിൽ വായിച്ചു നോക്കി എല്ലാം മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ടോർച്ചർ ഷാഡോസ് ഇന്ത്യാസ് ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതും ഒന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞേക്കാം, ഞാൻ വായിച്ചതുകൊണ്ട് അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ടോർച്ചർ ഷാഡോസ് ഇന്ത്യാസ് ജസ്റ്റിസ് സിസ്റ്റം. ഇത് ആക്ച്വലി രണ്ട് ഇന്റർനാഷണൽ കേസുമായിട്ട് പെർറ്റെയിൻ ചെയ്ത് ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ചില പ്രശ്നങ്ങൾ. അതിപ്പോ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ പ്രശ്നമല്ല, ഇംപ്രിസൺമെന്റ് ഒക്കെ ചെയ്തേക്കുന്ന പ്രതികളെ ടോർച്ചർ ചെയ്യുന്നു അണ്ടർ ഈ പറഞ്ഞ ഒന്നുകിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വേണമെങ്കിൽ സംഭവിക്കാം അങ്ങനെ, അതല്ലെന്നുണ്ടെങ്കിൽ ജയിലുകളിൽ ഇംപ്രിസൺമെന്റിന് ശേഷവും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇന്ത്യക്ക് വേണ്ട രണ്ട് പ്രതികൾ, ഒന്ന് UK-യിലും ഒന്ന് അമേരിക്കയിലും, ഇന്ത്യയിലേക്ക് അവരെ എക്സ്ട്രഡിറ്റ് ചെയ്യുന്നതിന്, ഇന്ത്യയിലേക്ക് അവരെ കൈമാറ്റം ചെയ്യുന്നതിന് അഗേൻസ്റ്റ് ആയിട്ട് അപ്പീൽ കൊടുത്തേക്കുക. ഈ അപ്പീൽ കൊടുത്ത ഒന്ന് UK-യിലെ കോടതിയില്ല, അപ്പീൽ കൊടുത്ത പേരൊന്നും പഠിക്കണ്ട, എന്നാലും പറയാ, സഞ്ജയ് ഭണ്ഡാരി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് നടത്തിയിട്ട് ഇന്ത്യ UK പോയി നിൽക്കുന്നവൻ. അപ്പൊ അയാൾ UK-യിലെ കോർട്ടിൽ അയാൾ ഇന്ത്യയിലേക്ക് എക്സ്ട്രഡിറ്റ് ചെയ്യുന്ന പറഞ്ഞ് കേസ് കൊടുത്തേക്കാം. പിന്നെ തഹാവുർ റാണ, നിങ്ങൾക്കറിയാം, പാകിസ്ഥാനി സിറ്റിസൺ ആയിരുന്നു പ്രീവിയസ്ലി. നൗ ഹീസ് എ കനേഡിയൻ സിറ്റിസൺ. ഹീസ് എ വാണ്ടഡ് ക്രിമിനൽ ഇൻ ഇന്ത്യ ഇൻ കണക്ഷൻ വിത്ത് ദ Mumbai terrorist attack. He is one of the perpetrators of Mumbai terrorist attack. So recently Donald Trump, American president, promised Indian Prime Minister Narendra Modi that he will hand over this criminal to India. But he also went to court again appealing against this extradition. അവരെല്ലാം സൈറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ ഇതിൽ സൈൻ ചെയ്തിട്ടില്ല. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് അഗെയിൻസ്റ്റ് ടോർച്ചർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ അഗെയിൻസ്റ്റ് ടോർച്ചർ, UNCAT. അത് റാറ്റിഫൈ ചെയ്തിട്ടുള്ളത് അപൂർവം രാജ്യങ്ങളിൽ ഒരെണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കസ്റ്റോഡിയൽ ടോർച്ചർ അല്ലെങ്കിൽ ഈ ഇംപ്രിസൺമെന്റിന് ശേഷമുള്ള ടോർച്ചർ വലുതായിട്ട് നടക്കുന്നു. ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ഹ്യൂമൻ റൈറ്റ്സ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 21 ഒക്കെ അഗെയിൻസ്റ്റ് ആണിത്. അതുപോലെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോടതികൾ ഇന്ത്യൻ ജയിലുകൾ നൊട്ടോറിയസ് ആണ് ടോർച്ചറിന്. അതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റൂലെന്നാ പറഞ്ഞേക്കുന്നത്, എക്സ്ട്രഡിറ്റ് ചെയ്യാൻ പാടില്ലെന്ന്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അശ്വനി കുമാർ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പഴയ ഒരു ലോ മിനിസ്റ്റർ ആണ്, എനിക്കൊന്ന് കോൺഗ്രസ് മിനിസ്ട്രിയിലെ ലോ മിനിസ്റ്റർ ആണ് മൻമോഹൻ സിംഗ് പീരീഡിൽ. അതുപോലെ സുപ്രീം കോടതിയിലെ ഒരു ഫേമസ് അഡ്വക്കേറ്റും ആണ് പുള്ളി. ഇന്ത്യ UNCAT-ൽ, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ അഗേൻസ്റ്റ് ടോർച്ചറിൽ എത്രയും പെട്ടെന്ന് സൈൻ ചെയ്യണം, ഇന്ത്യനെ റാറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഓൾറെഡി ഇന്ത്യയിലെ ആർട്ടിക്കിൾ 51C-യും ആർട്ടിക്കിൾ 253 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റർനാഷണൽ ട്രീറ്റീസ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെന്റ് ആണ്. ബട്ട് സ്റ്റിൽ ഇന്ത്യ ഡിഡ്ന്റ് റാറ്റിഫൈ ദ UNCAT, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ അഗെയിൻസ്റ്റ് ടോർച്ചർ. അത് ഇന്ത്യയുടെ ഗ്ലോബൽ ഇമേജിനെയും ഇത്തരത്തിലുള്ള കേസസിന്റെ നടത്തിപ്പിനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആർട്ടിക്കിളാണ്. പിന്നെ ബാക്കി തൽക്കാലം അത്രയും വായിച്ചാൽ മതി നിങ്ങൾ, അത്രയും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വായിക്കാറുണ്ട്. പിന്നെ മറ്റ് പേജുകളിലേക്ക് പോകുമ്പോൾ സപ്ലൈ ഓഫ് എയ്ഡ് ടു പീപ്പിൾ ഓഫ് ഗാസ മസ്റ്റ് കണ്ടിന്യൂ ഇന്ത്യ എന്നൊരു ന്യൂസ് കാണാം. യു ഓൾ നോ ഇസ്രായേൽ സ്റ്റാർട്ടഡ് attacking Gaza again. First attack was through air, now they started ground operation also, and a lot of people are dying under the attack of Israeli forces. അപ്പൊ ഇന്ത്യ ഗാസയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളൊക്കെ ഇനിയും കൊടുക്കും, അല്ലെങ്കിൽ പാലസ്തീന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളൊക്കെ കൊടുക്കും. ആ യുദ്ധം എത്രയോ പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നൊക്കെ ഇന്ത്യ പറയുമല്ലോ, അതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ക്യാബിനറ്റ് അപ്രൂവ്സ് 1,500 crore UP incentives to banks എന്ന ന്യൂസ് കാണാം. UP എന്താണ്? യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. Now India is actually going through the path of financial inclusion, and India is making substantial improvement also. That is mainly because of the activities of NPCI. I can say with conviction that NPCI is in the forefront of financial inclusion activities in India. UPI, QR code, then RuPay cards, everything are the innovative products of NPCI, National Payment Corporation of India. But you know one thing, if we are making UPI payments, largely we are making it as a free service. നമ്മളിപ്പോൾ ഒരു കാർഡ് പേയ്മെന്റ് നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ കാർഡ് പേയ്മെന്റിന് ഒരു ചാർജ് ഒക്കെ വരുന്നുണ്ട് അതിൽ. അതേസമയത്ത് നമ്മൾ UPI പേയ്മെന്റ് നടത്തുമ്പം മെജോറിറ്റി കേസിലും അങ്ങനെ ചാർജ് വരുന്നില്ല. ചാർജ് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ബാങ്കുകൾക്കൊക്കെ ഇത് വലിയ നഷ്ടമാണ്.
അല്ലേ? കാര്യം എന്താണ്, അവരൊരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു ആപ്പ്, ഇപ്പം യോനോ SBI ഒരു ആപ്പ് ഉണ്ടാക്കി വെച്ചേക്കുക, അതിൽ കൂടെയുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഫ്രീ ആയി കഴിഞ്ഞാൽ അവർക്ക് അതിൽ എന്തെങ്കിലും ലാഭമുണ്ടോ? ഇല്ല. അത് മാത്രമല്ല, അതിൽ സെക്യൂരിറ്റി കൺസേൺ ചെയ്യാൻ വേണ്ടിയിട്ട് they have to invest a lot of crores of rupees. They have to invest a lot of money for making it a foolproof mechanism. Otherwise, people will lose money because financial transactions are taking place through these channels and the fraudsters are always there. Cyber fraud will happen. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിന് ഫുൾ പ്രൂഫ് ആക്കാൻ തന്നെ ഒരുപാട് പൈസ ചിലവാകും. അപ്പം അത് ഒരു ഫ്രീ സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈ ബാങ്കുകൾക്ക് ഒരു നഷ്ടം നികത്താൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പൈസ കൊടുക്കുന്നുണ്ട്. ഓരോ വർഷവും കൊടുക്കും. ഈ വർഷം അത് 1,500 crore ആണ് UPI ഇൻസെന്റീവ്സ് ടു ബാങ്ക്സ് ആയിട്ട്. ബാങ്കുകൾക്കും പിന്നെ അത് മെർച്ചന്റ്സിനൊക്കെ കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു വിഹിതം. ഓക്കെ. പിന്നെ Supreme Court to hear pleas against 2023 law on CEC appointments on April 16 news കാണാം. You all know, you almost have heard about this law. Chief Election Commissioner and other election commissioners appointment, conditions of service and terms of office Act 2023. Chief Election Commissioner and other election commissioners appointment, conditions of service and terms of service Act 2023. As per this act, only Government of India is now appointing Chief Election Commissioner and other election commissioners of India. Recently, in the last month, Ganesh Kumar has been appointed as the Chief Election Commissioner of India based on this act. The problem with this act is 3 persons are responsible for the selection of Chief Election Commissioner. First one is Indian Prime Minister. Second one is the Cabinet Minister selected by Indian PM. And third one is opposition leader. But you can easily understand from this structure of the selection committee that the will of the interest of government will prevail, because 2 members are there from the government side, Prime Minister of India and 1 cabinet minister. Now it is Amit Shah. So even if the opposition leader Rahul Gandhi oppose one name, but that opposition won't succeed. Previously, it was not like that. The 3 members were Prime Minister, Chief Justice of India, and opposition leader. അവിടെ ഒരു ന്യൂട്രലൈസിംഗ് ഫാക്ടർ, ഒരു ന്യൂട്രൽ ഫിഗർ ആയിട്ട് CJ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെതിരെ ഇപ്പൊ ഈ ആക്ടിനെതിരെ കേസ് നടക്കുക. അപ്പൊ അതാ. പിന്നെ ഇവിടുത്തെ അശ്വിനി വൈഷ്ണവിന്റെ ഫോട്ടോ കാണാം, റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. പിന്നെ ജേർണലിസം ഫീൽഡിലെ രാംനാഥ് ഗോയങ്ക അവാർഡ് കുറിച്ചൊരു ന്യൂസ് ആണ്. രാംനാഥ് ഗോയങ്ക അവാർഡ് അറിഞ്ഞിരിക്കുക. ഇപ്രാവശ്യം അത് കിട്ടിയത് ഹിന്ദുവിന്റെ 2 ജേർണലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. മൈത്രി പൊറേച്ച. ഇതൊരു ഫേമസ് ഇന്ത്യയിലെ ജേർണലിസ്റ്റ് അവാർഡാണ്. ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾക്ക് കൊടുക്കുന്ന അവാർഡായിരിക്കും രാംനാഥ് ഗോയങ്ക അവാർഡ്. മൈത്രി പൊറേച്ച ആൻഡ് സത്യസുന്ദർ ബാരിക്. പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടില്ല. അത് വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജേർണലിസ്റ്റിക്സ് അവാർഡാണ്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ അവിടെ കൂടുതലും പൊളിറ്റിക്കൽ ന്യൂസുകൾ. പക്ഷെ ഇവിടെ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ക്യാബിനറ്റ് അപ്രൂവ്സ് 500 crore ഗ്രീൻഫീൽഡ് ഹൈവേ ടു ബൂസ്റ്റ് കണക്ടിവിറ്റി ഓഫ് JNPA പോർട്ട്. JNPT കേട്ടിട്ടില്ലേ? ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്, ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് പോർട്ട് ട്രസ്റ്റ്. ജവഹർലാൽ നെഹ്റു പോർട്ട്, ഇറ്റ് ഈസ് ഇൻ മുംബൈ. അപ്പൊ ഈ JNPA പോർട്ടും now a new airport is coming in Mumbai, Navi Mumbai Airport. Navi Mumbai Airport will be inaugurated in this year itself, 2025 itself. To improve the connectivity between Navi Mumbai Airport and JNPA port, Government of India approved 4,400 crore greenfield highway road. അത് BOT അടിസ്ഥാനത്തിലാണ്, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. BOT-യുടെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചാൽ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് ഉണ്ടാക്കാൻ പോകണം. അറിഞ്ഞിരിക്കുക. Healthcare spending is rising, says Minister. Who is the Health Minister of India? JP Nadda. JP Nadda is the Health Minister of India. He told the Parliament yesterday that India government is spending around 1.84% of GDP in health. If a question can be asked in an exam, how much India is spending? How much percentage of GDP India is spending for health? 1.84%. And India government's aim is to enhance it to 2.5% of GDP. അതും ചോദിക്കാം എക്സാമിന്. എത്രയായിട്ട് എൻഹാൻസ് ചെയ്യാനാണ് ഗവൺമെന്റ് താല്പര്യം? ഹെൽത്ത് സെക്ടറിലെ സ്പെൻഡിങ് 2.5%. പിന്നെ ക്രിസ്റ്റഫർ ലെക്സണുമായിട്ട് ഇന്റർവ്യൂ ആണ്. ഹു ഇസ് ക്രിസ്റ്റഫർ ലെക്സൺ? ന്യൂസിലാൻഡ്സ് പ്രൈം മിനിസ്റ്റർ. ആൻഡ് അനദർ ന്യൂസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ക്യാബിനറ്റ് അപ്രൂവ്സ് അഡീഷണൽ ഔട്ട്ലേ ഫോർ ഗോകുൽ മിഷൻ. വാട്ട് ഈസ് ഗോകുൽ മിഷൻ? ഗോകുൽ മിഷൻ ഈസ് ഫോർ
ദ ഡെവലപ്മെന്റ് ഓഫ് ലൈഫ് സ്റ്റോക്ക് ഇൻ ഇന്ത്യ. ലൈഫ് സ്റ്റോക്ക്, കന്നുകാലി സംരക്ഷണത്തിനും വളർത്തലിനൊക്കെ വേണ്ടിയുള്ളതാണ് ഗോകുൽ മിഷൻ. രാഷ്ട്രീയ ഗോകുൽ മിഷൻ ആണ് എക്സ്പാൻഷൻ. രാഷ്ട്രീയ ഗോകുൽ മിഷൻ. ഞാൻ ഗോകുൽ മിഷൻ ഇവിടെ എഴുതിയിട്ടുള്ള എന്റെ യഥാർത്ഥ പേര് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ആണ്. ഈ വർഷം അതിനുവേണ്ടിയുള്ള എമൗണ്ട് 3,400 crore. 3,400 crore is the allocation for Rashtriya Gogul Mission. Rashtriya Gogul Mission is for the development of the livestock in India, livestock sector in India. പിന്നെ ഇന്ത്യയുടെ CDS, Chief of Defence Staff. Previously there were only 3 posts very much important for Indian forces. That is Army Chief, Navy Chief and Air Force Chief. But recently Government of India created a new post, CDS, Chief of Defence Staff. Now the Chief of Defence Staff is Anil Chauhan. Anil Chauhan. He yesterday participated in a session in the Raisina Dialogue. Raisina Dialogue എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഫിലിപ്പൈൻസിന്റെ ആർമി ചീഫ് എന്നുള്ളത് പങ്കെടുത്തു. ഫിലിപ്പൈൻസിന്റെ ആർമി ചീഫ് എന്നിട്ട് സ്ക്വാഡിലേക്ക് ഇന്ത്യ ക്ഷണിച്ചു. സ്ക്വാഡ്. അപ്പൊ നിങ്ങളിത് ക്വാഡുമായിട്ട് കൺഫ്യൂസ് ആവല്ലേ. if you remove the S from this, you can get Quad. Quad is there. India is a member of Quad. India, Australia, Japan and USA. That is Quad. That is a maritime cooperation agreement between India, USA, Australia and Japan. That is Quad. But it is Quad. In Squad, India is not there. Squad is a group of maritime grouping of Australia, Japan, Philippines and US. Australia, Japan, US. ആ ക്വാഡിലുള്ള 3 മെമ്പേഴ്സ് ഉണ്ട്. ഇന്ത്യയല്ല, പകരം അവിടെ ഫിലിപ്പൈൻസ്. സ്ക്വാഡ് ആയപ്പോഴത്തേക്ക് ഫിലിപ്പൈൻസ് വന്നു. ബാക്കി 3 പേരും ഉണ്ട്. അതിലേക്ക് ഇന്ത്യയും സൗത്ത് കൊറിയയും കൂടി എടുക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുക. പക്ഷെ ഇന്ത്യ അതിൽ ജോയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് പഠിക്കണം. സ്ക്വാഡ് എന്താണെന്ന് പഠിച്ചു വെച്ചേക്കണം. ഓസ്ട്രേലിയ, ജപ്പാൻ, USA, ഫിലിപ്പൈൻസ്. ക്വാഡ് ആകുമ്പം ആ ഫിലിപ്പൈൻസ് ആണെന്ന് ഇന്ത്യ വരും. പിന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ റെമിറ്റൻസസ് അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. വേൾഡിലെ ഏറ്റവും കൂടുതൽ ഏതാണ്ട് $118 billion ആണ് ഒരു വർഷം ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യുന്ന റെമിറ്റൻസ് എന്നത്. $118 billion. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് വരുന്നത് ഇപ്പൊ US എന്നാണ്. മുമ്പ് അത് UAE എന്നായിരുന്നു. UAE 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ സോഴ്സ് ഓഫ് റെമിറ്റൻസ് US ആയി മാറി. അപ്പൊ അതാണ് ഒരു ന്യൂസ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പിന്നെ റെമിറ്റൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഇന്ത്യയിലേക്ക് വരുന്ന രാജ്യത്താണ് US. 2ാം സ്ഥാനം UAE. പിന്നെ ഇൻഫ്ലേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഒക്കെയാണ്. വേറെ ഒന്നുകൂടെ പറയാനില്ല. പിന്നെ അതിന് അടുത്ത പേജ് ഇപ്പോൾ വേൾഡ് പേജിൽ പോകുമ്പോ ഇസ്രായേലിന്റെ ഗ്രൗണ്ട് ഓപ്പറേഷൻ ഇൻ ഗാസ സ്റ്റാർട്ടഡ്. അത് ഒരു വലിയ ഒരു ഒഫൻസീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ റുവാണ്ടയും DR കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും തമ്മിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഖത്തറിൽ വെച്ചൊരു മീറ്റിംഗ് നടക്കുന്നു. അതിന്റെ ഒരു ഫോട്ടോയും ന്യൂസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റുവാണ്ടയും തമ്മിൽ പ്രോബ്ലം ഉണ്ടാക്കാൻ ഈ ഇടയ്ക്ക് അവിടുത്തെ ഒരു ഓർഗനൈസേഷൻ ഈ ഇടയ്ക്ക് DR കോങ്കോയിലോ ഒക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതായത് അതും ആഫ്രിക്കയിലെ ചെറിയ രാജ്യങ്ങളാണ്. നമ്മൾ ഭയങ്കര പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ആവശ്യം. പഠിക്കണം, സിവിൽ സർവീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ പഠിക്കണം. അല്ലാതെ എക്സാമിന് പഠിക്കുന്ന ആൾക്കാർ ജസ്റ്റ് അത് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നത് മതി. 2 രാജ്യത്തെ ലീഡേഴ്സിന്റെ പേരൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. റുവാണ്ടയുടെ ലീഡർ അത്യാവശ്യം ഫേമസ് ആണ്. റുവാണ്ട ഇറ്റ്സ് ആൻ ആഫ്രിക്കൻ കൺട്രി ആൻഡ് ഇറ്റ്സ് പ്രസിഡന്റ് ഈസ് പോൾ കഗാമെ. ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ പ്രസിഡന്റ് ഫെലിക്സ് ഷിസ്കേഡി. ഫെലിക്സ് ഇത് ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കോ. പിന്നെ ടർക്കിയായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. ടർക്കിയെ, ദ ഓൺലി മുസ്ലിം മെജോറിറ്റി കൺട്രി ഇൻ യൂറോപ്പ്, ദാറ്റ് ഈസ് ടർക്കി ആൻഡ് ഇറ്റ്സ് പ്രസിഡന്റ് ഈസ് റെസെപ് തായിപ്പ് എർദോഗാൻ. ടർക്കിയെ പ്രസിഡന്റ് RECEP ആണ്. റെസെപ് തായിപ്പ് എർദോഗാൻ. ടർക്കിയെ പ്രസിഡന്റ് റെസെപ് RECEP ആണ്. ഓക്കെ. ടർക്കിയുടെ ക്യാപിറ്റൽ ഏതാണ്? അങ്കാറയാണ്. ടർക്കി എന്ന് പറഞ്ഞ പേര് റീസെന്റ് the country changed its name to Turkey and its capital is Ankara and its biggest city is Istanbul. Turkey's biggest city is Istanbul. US is against targeting the facilities of Houthis in Yemen. അതിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഹൂതീസ് എന്താണെന്നും US ഇപ്പൊ അവരെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ. പിന്നെ ഈ സുനിത വില്യംസിന്റെ ഭൂമിയിലേക്ക് തിരിച്ചു വന്നതിനെ കുറിച്ചുള്ള ന്യൂസ് അവിടെ കാണാം.
പിന്നെ സ്പോർട്സ് പേജിൽ പ്രത്യേകിച്ചൊന്നും പറയാമല്ലോ, എല്ലാ ദിവസത്തെയും പോലെ IPL സ്റ്റാർട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ സുനിൽ ഛേത്രി ഇന്ത്യയുടെ സെലിബ്രേറ്റഡ് ഫുട്ബോളിലേക്ക് തിരിച്ചു വന്ന ഇടയ്ക്ക് വെച്ച് റിട്ടയർമെന്റ് പറഞ്ഞിട്ട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ സ്ക്വാഷിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. പിന്നെ ഇന്ത്യയുടെ PGTA പ്രൊമോട്ടർ ആയിട്ട് അദാനി ഗ്രൂപ്പ് വന്നു. PGTA മീൻസ് പ്രൊഫഷണൽ ഗോൾഫ് ടൂർ ഓഫ് ഇന്ത്യ. ഗോൾഫ് അറിയാലോ, വേൾഡിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഗെയിംസ് ആണ് ഗോൾഫ്. അതിൽ ഇന്ത്യ അത്ര വലിയ ശക്തിയൊന്നും അല്ല, പക്ഷെ ഇന്ത്യയിൽ ഗോൾഫ് ടൂറുകൾ സംഘടിപ്പിക്കുന്ന PGTA ആണ്. PGTA പ്രൊഫഷണൽ ഗോൾഫ് ടൂർ ഓഫ് ഇന്ത്യ. അവരെ സ്പോൺസർ ആയിട്ട് അദാനി വന്നു. അതാണ് ഈ ന്യൂസ്. കപിൽ ദേവും അദാനിയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണാം. പിന്നെ വേൾഡിൽ ഗോൾഫ് ടൂർ സംഘടിപ്പിക്കുന്ന PGA ആണ്, പ്രൊഫഷണൽ ഗോൾഫേഴ്സ് അസോസിയേഷൻ. വേൾഡ് ഗോൾഫ് ടൂർ ഒക്കെ സംഘടിപ്പിക്കുന്ന അവരാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. താങ്ക് യു.